ഒരു പട്ടാളക്കാരനായിരുന്നുകൊണ്ടാവാം ഒരു അവതാർ ചാരനായി അവർക്കിടയിൽ കടന്നുകൂടി താൻ പറയുന്ന വിവരങ്ങളൊക്കെ ചോർത്ത് തന്നാൽ ജേക്ക് സുള്ളിയുടെ കാലുകൾ ശരിയാക്കി തരാമെന്ന് മൈൽസ് ജേക്കിന് വാക്കു കൊടുക്കുന്നു. നിർദ്ദേശപ്രകാരം പാണ്ടോറയിലെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ജേക്ക് സുള്ളി തന്റെ ടീമിൽ നിന്നും അബദ്ധവശാൽ ഒറ്റപ്പെട്ടു പോകുന്നു. കാട്ടിലകപ്പെട്ട ജേക്ക് സുള്ളിയുടെ അവതാറിനെ അവിടെ നിന്നും രക്ഷിക്കുന്നത് നെയ്റ്റീരി എന്ന നാവി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. ശേഷം ജേക്ക് നെയ്റ്റീരിയുടെ പിന്നാലെ കൂടുന്നു. അങ്ങനെ നെയ്റ്റീരി ജേക്കിനെ തന്റെ ഗോത്രത്തിനടുത്തെത്തിക്കുന്നു. പുറത്തുനിന്നെത്തിയ ജേക്കിനെ തങ്ങളുടെ രീതികൾ പഠിപ്പിക്കാൻ നെയ്റ്റീരിയുടെ പിതാവ് അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ പതിയെ പതിയെ ജേക്ക് അവരിൽ ഒരാളായി മാറി. അവിടുത്തെ ആളുകളോടും പ്രകൃതിയോടും ഇണങ്ങിയ ജേക്ക് സഹേലു എന്ന ബോണ്ടിലൂടെ അവിടുത്തെ ജീവിവർഗത്തോടും ഇണങ്ങുന്നു. ഈ സമയം വരെയും സിനിമ ആസ്വദിച്ചിരിക്കുന്ന ഓരോരുത്തരും മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കിക്കൊണ്ടിരുന്ന കഥാപരിസരത്തെ നാവികൾക്ക് വേണ്ടി ആസ്വദിക്കാൻ ജേക്ക് സുള്ളി നമ്മളെ പ്രേരിപ്പിക്കുന്നു. ജേക്ക് സുള്ളിക്ക് നാവികളോട് തോന്നിയിരുന്ന അനുകമ്പ പതിയെ പ്രേക്ഷകരിലും ഉടലെടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കേണലിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ അറ്റാക്ക് നാവികൾക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഏതൊരു പ്രേക്ഷകനും വർഗ്ഗബോധം മറന്ന് നാവികളിൽ ഒരുവനായി മാറാൻ തുടങ്ങുന്നു. ഇതിനിടെ നെയ്റ്റീരിയുമായി പ്രണയത്തിലാവുന്ന ജേക്ക് സുള്ളി അവളുമായി ഇണചേർന്നതിന് പിറ്റേന്നാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത്.